ഈ CPM പോളിറ്റ് ബ്യൂറോ ഇല്ലേ, അവർക്ക് കിട്ടിയ ഒരു കത്ത് ഇപ്പോ ചോർന്നിട്ടുണ്ട്. അതൊരു കോടതിയിൽ തന്നെ ഒരു രേഖയായിട്ട് വന്നിട്ടുണ്ട്. വാർത്ത പുറത്തു വന്നിട്ടും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താനൊന്നും ഇവര് നേതാക്കൾ കൂട്ടാക്കി. അതായത് സംശയം എം വി ഗോവിന്ദന്റെ മകനെയാണ്. എം വി ഗോവിന്ദന്റെ മകനെയാണ്. കോടതിയിൽ നൽകിയത് ഈ PBയുടെ കൈവശമുള്ള പരാതിയാണ്. ഗോവിന്ദൻ കട്ടക്കലിപ്പ്, അസംബന്ധം പറയുന്നതൊക്കെയാണ് പറയുന്നത്. മധുര പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയത്. അപ്പോൾ ഇതിൽ തനിക്കെതിരെ PBക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരാതി എങ്ങനെ ഈ രാജേഷ് കൃഷ്ണയുടെ കൈ കിട്ടി? ഇതാണ് ചോദ്യം. അതെ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പം CPM PBക്ക് നൽകിയ കത്ത് ചോർന്നതിന് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന് സംശയിക്കുന്നതായി മുഹമ്മദ് ഹർഷാദ് പറയുകയാണ്. അതായത് കഴിഞ്ഞ CPM പാർട്ടി കോൺഗ്രസ് ലണ്ടനിൽ നിന്നുള്ള പ്രതിനിധിക്കായി പങ്കെടുക്കാനിരുന്ന രാജേഷ് കൃഷ്ണയെക്കുറിച്ചാണ് ന്യൂ മാഹി പെരിങ്ങാട് സ്വദേശിയും ചെന്നൈയിലെ വ്യവസായിയുമായ മുഹമ്മദ് ഹർഷാദ് PBക്ക് പരാതി നൽകിയിരിക്കുന്നത്. PB പരാതി കൂടുതൽ അന്വേഷണത്തിന് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് ചോർന്നത്. സെക്രട്ടറിയുടെ മകൻ്റെ കയ്യിൽ നിന്നായിരിക്കാം അത്. ശ്യാമും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ബന്ധമാണ് സംശയത്തിനിടയാക്കിയതെന്നും ഹർഷാദ് പറയുന്നു. അപ്പോൾ ഇത് എം വി ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ എം വി ഗോവിന്ദൻ കട്ടക്കലിപ്പിലാണ്. അസംബന്ധം പറയരുതെന്നാണ് പറഞ്ഞത്. ആരോപണം ഉന്നയിക്കുന്നവനോട് ആര് മറുപടി പറയുമെന്നും അസംബന്ധമാണതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. PBക്ക് നൽകിയ പരാതി ചോർന്നത് സംബന്ധിച്ച് വ്യവസായി മുഹമ്മദ് ഹർഷാദ് ഉന്നയിച്ച ആരോപണം സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തായി നൽകിയ രഹസ്യ പരാതി കോടതിയിൽ രേഖയായി എത്തിയതിൽ വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി. ഒന്നാമത് പാർട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉള്ള ഒരു സംഭവം ഇതിനകത്ത് തന്നെ നേരിട്ട് കയറി വന്നത്. വാർത്ത പുറത്തു വന്നിട്ടും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. അതേസമയം കോടതിയിൽ നൽകിയത് PBയുടെ കൈവശമുള്ള പരാതിയാണെന്ന് കേസ് ഫയൽ ചെയ്ത ലണ്ടനിലെ CPM അംഗമായ രാജേഷ് കൃഷ്ണ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. മധുര പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയത്. ഇതിൽ തനിക്കെതിരെ PBക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഹർഷാദ് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തി. PBക്ക് ലഭിച്ച പരാതി എങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് ചോർന്നു കിട്ടിയെന്ന ചോദ്യം ഉയരുമ്പോൾ അത് പാർട്ടി രേഖയല്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം CPM സൈബർ ഇടത്തിൽ ശക്തമായിട്ടുണ്ട്. എന്നാൽ കോടതിയിൽ നൽകിയത് PBക്ക് മുഹമ്മദ് ഹർഷാദ് നൽകിയ കത്തിൻ്റെ ശരിപ്പകർപ്പാണെന്ന് വ്യക്തമാക്കി സാക്ഷ്യപ്പെടുത്തി രാജേഷ് ഒപ്പിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നോ PBക്ക് നൽകിയ കത്തല്ല ഇതെന്നോ CPM പ്രതികരിച്ചാൽ വ്യാജരേഖ ഹാജരാക്കിയെന്ന പ്രശ്നം രാജേഷ് നേരിടേണ്ടി വരും. കത്ത് പാർട്ടിക്ക് ലഭിച്ചതാണെന്ന് സമ്മതിച്ചാൽ അതെങ്ങനെ പാർട്ടി ചോർന്നു എന്നതിൽ വിശദീകരണം നൽകേണ്ടി വരും. പരാതി ചോർന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച CPM പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും. അന്വേഷണം ആവശ്യപ്പെട്ട് മുഹമ്മദ് ഹർഷാദ് ബേബിക്ക് കത്ത് നൽകിയ ശേഷം ആദ്യമായാണ് PB ചേരുന്നത്. ചെന്നൈ വ്യവസായി പരാതി കൈമാറിയ PB അംഗം ഡോക്ടർ അശോക് ദാവളെ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബേബിക്ക് അയച്ച കത്തും പുറത്തു വന്നിട്ടുണ്ട്. അതായത് PBയുടെ കൈവശമുള്ള രേഖ രാജേഷ് കൃഷ്ണയ്ക്ക് ചോർത്തി നൽകിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമാണെന്ന് ചൂണ്ടിക്കാട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഹർഷാദ് കത്ത് നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 12-ന് ബേബിയുടെ ഇമെയിൽ വിലാസത്തിൽ അയച്ച ആ കത്തും ചോർന്നിട്ടുണ്ട്. ശ്യാമിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായാണ് ചോർത്തി നൽകിയതെന്ന ആരോപണവും ഇമെയിലിലുണ്ട്. പരാതി ചോർന്നത് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഏതായാലും ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. CPMനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കത്ത് ഈ രീതിയിൽ PBക്ക് വന്നത്. അത് കത്തിലെ കുരുക്ക് അതൊരു വലിയ ഇതാണ്. CPMൽ പലതും ചീഞ്ഞു ഞാറുന്നു എന്നാണ് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ധവളയും ഒഴിഞ്ഞു മാറി. അതായത് ചെന്നൈ വ്യവസായി പരാതി കൈമാറിയ PB അംഗം ഡോക്ടർ അശോക് ദാവളെ വിഷയത്തോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. 2022-ൽ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇതേക്കുറിച്ചൊന്നും അറിയില്ലെന്നായിരുന്നു മറുപടി. അപ്പോൾ ഈ രാജേഷ് കൃഷ്ണയ്ക്ക് എം വി ഗോവിന്ദൻ്റെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആരോപണങ്ങളോട് ഹർഷാദ് ആ രീതിയിലാണ് പറയുന്നത്. അത് 2022 CPMൽ ഒറ്റപ്പെട്ട് തുടങ്ങിയ രാജേഷ് കൃഷ്ണയ്ക്ക് പിന്നീട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പിന്തുണ കിട്ടിയെന്ന ആരോപണവുമായി വ്യവസായി മുഹമ്മദ് ഹർഷാദ് അത് മകൻ ശ്യാംജിത്ത് വഴിയായിരിക്കുമെന്നാണ് കരുതുന്നത്. രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തിയത് ശ്യാംജിത്താണ്. എൻ്റെ മുൻ ഭാര്യയ്ക്ക് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് രാജേഷ് കൃഷ്ണ ശ്യാമുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതെൻ്റെ കുടുംബജീവിതത്തെ ബാധിച്ചു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ നിന്നാണ് ശ്യാമിനെ പരിചയപ്പെട്ടത്. സിനിമയുമായി ബന്ധപ്പെട്ട് വാങ്ങിയ ഫണ്ട് തിരിച്ചു കൊടുക്കാനാവാത്തത് ശ്യാമിനും പ്രശ്നമായി. അതുപയോഗിച്ചാണ് ശ്യാമിനെ രാജേഷ് കൃഷ്ണ ഭീഷണിപ്പെടുത്തിയതെന്നാണ് പറഞ്ഞത്. ശ്യാമും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
കത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ശ്യാം നിർബന്ധിതനായിരിക്കും. ഭീഷണിയാണ് രാജേഷ് കൃഷ്ണയുടെ ശൈലി. ശ്യാമിനെ ചതിയിൽപ്പെടുത്തിയതായിരിക്കാം ചിലപ്പോൾ കത്ത് സ്വന്തമാക്കിയതെന്നും ഹർഷാദ് പറയുന്നുണ്ട്. അപ്പോൾ രാജേഷ് കൃഷ്ണയുടെ അഭിഭാഷകൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പശ്ചാത്തലമുള്ള ആളാണ്. ചിലപ്പോൾ കത്ത് കരുതിക്കൂട്ടി കോടതിയിൽ കൊടുത്തതാകാമെന്നും ഈ ഹർഷാദ് പറയുന്നു. മറ്റൊന്ന്, ചില CPM നേതാക്കളുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നവരാണ് കൂടുതൽ. അതൊക്കെ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2016 വരെ രാജേഷ് 0 ആണ്. UK മുറി പങ്കുവെച്ച് താമസിക്കുന്ന ആൾ. അതായത് നമ്മളെയൊക്കെ പോലായിരുന്നു 2016 വരെ ശ്യാം കൃഷ്ണ. അപ്പം അതായത് ഇതിൽ LDF സർക്കാർ വന്നതോടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ മുഖേന ലോക കേരള സഭയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഉയർച്ച തുടങ്ങുന്നത്. ലണ്ടനിൽ സ്വത്ത് വാങ്ങി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നും ദുബായിൽ നിന്നും പണം വരുന്നു. സിനിമാ മേഖലയിൽ കോടികൾ നിക്ഷേപിക്കുന്നു. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ കോടിയേരി അന്ന് നടപടി എടുത്തിട്ടുണ്ട് ഇയാൾക്ക്. അതായത് 2022 കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുകയാണ് രാജേഷുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി നൽകിയത്. അന്ന് നടപടിയെടുത്ത് അയാളെ ഒതുക്കി നിർത്തി. എന്നാൽ MV ഗോവിന്ദൻ സെക്രട്ടറി ആയ ശേഷം പൂർവാധിക ശക്തിയോടെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ആ MV ഗോവിന്ദൻ്റെ ആ ഒരു ബന്ധം മനസ്സിലാവുമല്ലോ. അതോടൊപ്പം തന്നെ അദ്ദേഹം ലണ്ടനിലായപ്പോൾ രാജേഷിൻ്റെ വീട് സന്ദർശിച്ചു. അവിടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. രാജേഷിൻ്റെ കൂടെയുള്ള ഫോട്ടോ പ്രചരിച്ചപ്പോൾ MV ഗോവിന്ദനെ കണ്ട് ഇക്കാര്യമെല്ലാം പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിൽ നിന്നും പിന്തുണയൊന്നും കിട്ടിയില്ല. ആ ഘട്ടത്തിലാണ് മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ രാജേഷ് വരുന്നതായി അറിയുന്നത്. തുടർന്ന് കോടിയേരിക്ക് നൽകിയിരുന്ന പരാതി ഇംഗ്ലീഷിലാക്കി PB അംഗം അശോക് ദാവളയ്ക്ക് കൊടുത്തു. അതാണ് രാജേഷ് ഡൽഹി ഹൈക്കോടതിയിൽ പരാതിക്കൊപ്പം നൽകിയിരിക്കുന്നത്. 12 പേജുണ്ടായിരുന്ന എൻ്റെ പരാതി 30 പേജിന് മുകളിലാവാൻ കാരണം CPMൻ്റെ പത്തനാപുരം ഏരിയ കമ്മിറ്റി അംഗമായ സ്ത്രീയുടെ മകനും സമാന അനുഭവം രാജേഷിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ്. രാജേഷിൻ്റെ UK തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് അദ്ദേഹമാണ്. പാർട്ടിയിൽ വിശ്വാസമുണ്ട്. പഠിക്കുന്ന കാലത്തും ശേഷവും പാർട്ടി അംഗമായിരുന്ന DYFI മേഖല ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ധനമന്ത്രിയായിരിക്കെ തോമസ് ഐസക് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ഡയറക്ടറായിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ട് തോമസ് ഐസക്കിനെ കൊണ്ട് രാജേഷ് ക്രോസ് ചെയ്യിപ്പിച്ചു. അതായത് ബാങ്ക് ചെയർമാനെ വിളിച്ചാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ അത്രയും ഹോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ അനുമതി ഇല്ലാതെയാണ് അത് ചെയ്തത്. ഇതിനെതിരെ 2023 മുതൽ EDയിലും ആദായനികുതി വകുപ്പിലും നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. അതേ പരാതി വെച്ച് ഹൈക്കോടതിയിൽ റിട്ട് നൽകിയിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് തലശ്ശേരി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. UK പലരും രാജേഷ് കാരണം ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ചലച്ചിത്രതാരം ശോഭനയുടെ പരിപാടി പ്രഖ്യാപിച്ച് പണം പിരിച്ചതുൾപ്പെടെ പരാതിയുണ്ട്. വയനാടിന് വേണ്ടി കൈരളി എന്ന പേരിലുള്ള സംഘടന 33,000 പൗണ്ട് പിരിച്ചിട്ടും കൊടുത്തില്ല. പരാതി ഉന്നയിച്ചപ്പോൾ 1 വർഷം കഴിഞ്ഞ് 20 ദിവസം മുൻപാണ് പണം കൈമാറിയത്. അതോടൊപ്പം സെക്രട്ടറി കാണാൻ കൂട്ടാക്കിയില്ല. രാജേഷ് കൃഷ്ണനെ സംരക്ഷിക്കാൻ മകനെ കൊണ്ട് MV ഗോവിന്ദൻ നിർബന്ധിതനാവുകയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു പോയ ആളാണ്. പിന്നീട് കാണാനേ കൂട്ടാക്കിയില്ല. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ ഇരുന്ന് ചിരിക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? പിണറായി വിജയൻ. കാരണം എന്തായാലും അവൻ ഇനിയിപ്പോൾ അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ എന്തായാലും മരുമോനെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി പിണറായി വിജയനിൽ ഉണ്ടായിട്ടുണ്ട്. അതെ 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 അതെ.